പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂലൈ മാസം 19-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിന്റെ 3-ാമത്തെ വെള്ളിയാഴ്ചയിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 30-ാം വാക്യം. എക്സോഡസ് ചാപ്റ്റർ 23 വേഴ്സ് 30 നാം ഇപ്രകാരം വായിക്കുന്നു: നീ സന്താന സമ്പന്നരായി ദേശം കീഴടക്കുന്നതുവരെ ഞാൻ അവരെ കുറേശ്ശെ കുറേശ്ശെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. മോശയിൽ ദൈവിക പദ്ധതി പ്രകാരം ഇസ്രായേൽ ജനത്തെ ഫറവോന്യ അടിമത്വത്തിൽ നിന്നും 430 വർഷത്തിനു ശേഷം വിടുവിക്കുന്നു. ഇസ്രായേൽ ജനം എങ്ങനെ ആയിരിക്കണം, ഏത് വിധത്തിലായിരിക്കണമെന്ന് ദൈവത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അത് തന്റെ ദാസനായ മോശയിൽ കൂടെ ഓരോ സന്ദർഭങ്ങളിലായി ദൈവം അവർക്ക് നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ 23-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി അവർ പാലിക്കേണ്ടതും ശീലിക്കേണ്ടതും അവർ അനുസരിക്കേണ്ടതുമായ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് 20-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾക്ക് മുമ്പായി ഞാൻ ഒരു ദൂതനെ അയക്കും. നിങ്ങൾ ആ ദൂതനോട് ഒരു വിധത്തിലും വിഘടിക്കരുത്, വഴക്കിടരുത്. ദൂതൻ പറയുന്നത് കേട്ട് മുൻപോട്ട് പോകുക. നിങ്ങളുടെ മുമ്പിലുള്ള സകല ജാതികളെയും ഞാൻ തകർത്ത് നിങ്ങൾക്ക് വിജയം തരും. പക്ഷേ ആ ജാതികളുടെ ദേവന്മാരെയോ ജാതികളുടെ യാതൊന്നുമോ നിങ്ങൾ സേവിക്കരുത്, ശീലിക്കരുത്. നിങ്ങളുടെ മുമ്പിൽ ജാതികൾക്ക് ഞാൻ ഭയം വരുത്തി നിങ്ങളെക്കുറിച്ച് അവർ വളരെ വേദനയോടെ, ഭാരത്തോടെ അഥവാ ഭയത്തോടെ നിങ്ങളെ കാണത്തക്കവണ്ണം ഞാൻ നിങ്ങളെ വിടുവിച്ച് മുന്നോട്ട് നടത്തും. മാത്രമല്ല, മോവാബ്യർ, ഹിത്യർ, ഹിവ്യർ എന്നിവരെയൊക്കെ, ഈ ജാതികളെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറ്റേണ്ടതിന് ഞാൻ കടന്നലിനെ അയക്കും. അത് കഴിഞ്ഞ് പറയുകയാണ്, നിങ്ങൾ ചെന്നെത്തേണ്ടുന്ന നിങ്ങളുടെ നാടായ കനാൻ നാട്ടിൽ നിന്നും അവിടെ ഇപ്പോൾ അവകാശം വെച്ചിരിക്കുന്ന ഈ വിധത്തിലുള്ള ജാതികളെ ഞാൻ വളരെ പെട്ടെന്ന് എടുത്തു മാറ്റുകയില്ല. കാരണം അത് ശൂന്യഭൂമിയാകരുത്. കാട്ടുമൃഗങ്ങളുടെ വാസമായി നിങ്ങൾക്ക് അവിടെ ചെന്ന് കയറുമ്പോൾ ഒരു ബാധ്യതയായി പ്രദേശം മാറാതിരിക്കേണ്ടതിന് നിങ്ങൾ സന്താന സമ്പുഷ്ടരായി തീരുന്നിടം വരെ അവരെ കുറേശ്ശെ കുറേശ്ശെ ആ ദേശത്തുനിന്ന് മാറ്റുകയും നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ആ പ്രദേശം സ്വായത്തമാക്കി പിടിച്ചടക്കി അവിടെ ശക്തരായി വാഴുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൽ നിന്നും അകന്നുപോയ തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ കുറിച്ച് ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണ്, എത്ര ഉന്നതമാണ്. നിങ്ങൾ ഈ വാക്യങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ശ്രോതാക്കളായി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഈ അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ നിശ്ചയമായും അല്പസമയം കണ്ടെത്തി വായിക്കണം. തന്റെ ജനമായ ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ കരുതൽ, അതിനുവേണ്ടി ദൈവം
അവരോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ദൈവം ഒരുക്കുന്ന വഴികൾ, അവരുടെ കൂടെ, അവരുടെ മുൻപായി ദൂതനെ അയക്കും. അവരുടെ മുമ്പിൽ ദൈവത്തിന്റെ ഭീതി അയക്കും, കടന്നലിനെ അയക്കും. അവർ എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ കാട്ടുമൃഗങ്ങൾ ഇവരുടെ പ്രദേശം നശിപ്പിക്കാതെ ശൂന്യമായി പോകാതിരിക്കേണ്ടതിന് അവിടെയുള്ള ജാതികളെ നിശേഷം സംഹരിച്ചു കളയാതെ കുറേശ്ശെ കുറേശ്ശെ ഒഴിവാക്കി നിങ്ങൾക്കത് അനുഗ്രഹപ്രദമായി കൈകളിൽ തരും. ദൈവം എങ്ങനെയാണിത് സ്കെച്ച് ചെയ്തിരിക്കുന്നത്? ദൈവമക്കളെ, ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്നും അകന്നു പോയാലും, ദൈവ വഴി വിട്ട് ജീവിച്ചാലും, എന്നെയും നിങ്ങളെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് ദൈവത്തിനുണ്ട്, കരുതല് ദൈവത്തിനുണ്ട്. ദൈവം നമ്മളെ കരുതിക്കൊള്ളും പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തെ ആസ്പദമാക്കി പരിശുദ്ധാത്മാവ് ജീവജലം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ സന്ദേശം നൽകുവാൻ, ദൂത് നൽകുവാൻ ഈ പ്രഭാതത്തിൽ എന്നെ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന വേദനകൾ എന്തും ഏതും എത്രയുമായിക്കൊള്ളട്ടെ, എത്ര പഴകിയതായിക്കൊള്ളട്ടെ, എത്ര ഭീകരമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കൈകളിലും നിങ്ങളുടെ ചിന്തകളിലും ഒരിക്കലും ഒതുങ്ങാത്തതായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്ര ഉയരത്തിലും മേഖലയിലും ഉള്ളതായിക്കൊള്ളട്ടെ, പക്ഷേ തമ്പുരാൻ അവിടെ ഒരു നീക്കുപോക്ക് ഒരുക്കിയിട്ടുണ്ട്, ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. ദൈവം അതിനു വേണ്ടി ചില ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ വിഷമിക്കുന്നത് നിങ്ങളുടെ മകളുടെ വിവാഹം, മകന്റെ വിവാഹം, കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് വർഷങ്ങളായി ഒരു തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. കയറിക്കിടക്കുവാൻ ഒരു കൊച്ചു ഭവനം ആഗ്രഹിച്ച് അത് തുടങ്ങിയിട്ട് നടുക്കടലിൽ എന്ന വണ്ണം വല്ലാത്ത അവസ്ഥയിലാണോ? ജോലി കരങ്ങളിൽ എത്തിയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റാതെ വണ്ണം പ്രതിസന്ധിയിലാണോ? പല പ്രാവശ്യം എക്സാം എഴുതിയിട്ട് വിജയം വരിക്കാതെ ഭാരത്തിലാണോ? ജീവിതത്തിൽ എങ്ങോട്ട് കാലുവെച്ചാലും പരാജയം, തകർച്ച, വീഴ്ച, ഇവയാണോ നിങ്ങളുടെ ആകത്തുക? നിങ്ങളുടേതല്ലാത്ത കാരണത്താൽ നിന്ന, പരിഹാസം, ദുഷി എന്നിവ നിങ്ങൾ സഹിക്കുന്നുവോ? നിങ്ങളുടെ മക്കൾ നിങ്ങളെ വിട്ട് വിദൂരങ്ങളിലായി, മൈലുകൾക്കപ്പുറമായി, കടലുകൾക്കപ്പുറമായി പഠിക്കുവാനോ ജോലി ചെയ്യുവാനോ പോയിട്ട് വിഷമത്തിലാണോ? പ്രയാസത്തിലാണോ? എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്? അടിക്കടി ഉണ്ടാകുന്ന രോഗപ്രശ്നങ്ങൾ നിങ്ങളെ ആകമാനം തളർത്തുന്നുണ്ടോ? നിങ്ങൾ മാനസികമായി തകർന്നിരിക്കുകയാണോ? ഡിപ്രഷന്റെ അനുഭവത്തിൽ കടന്നു പോകുന്നോ? ചില നാളുകളായി വേണ്ടവണ്ണം ഉറങ്ങുവാൻ സാധിക്കാതെ മാനസികമായി തളർന്നിരിക്കുന്നുവോ? കടബാധ്യതകൾ നിങ്ങളെ അലട്ടുന്നുവോ? അല്ല, ചില നിയമപ്രശ്നങ്ങൾ നിങ്ങളെ എല്ലാ അർത്ഥത്തിലും തകർത്തെറിഞ്ഞിരിക്കുന്നുവോ? എന്താണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, നിങ്ങൾക്ക് മുൻപിൽ ദൈവം ഒരു ദൂതനെ അയക്കും. നിങ്ങളുടെ ശത്രു നിങ്ങളെ ഭയപ്പെടത്തക്കവണ്ണം ദൈവത്തിന്റെ ഭീതി നിങ്ങളുടെ മുമ്പിൽ ദൈവം അയക്കും. മാത്രമല്ല, നിങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ ചില ജാതീയ ശക്തികൾ, അന്ധകാര കെട്ടുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. തമ്പുരാന് വെറും ഒരു കടന്തല് മതി അതിന്മേൽ നിങ്ങൾക്ക് വിജയം തരുവാൻ. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം
നമ്മെ ഇങ്ങനെ ഓർപ്പിക്കുന്നു, നിങ്ങൾ സന്താന പരമ്പരകളായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുന്നിടം വരെ, ദേശത്തെ കൈവശമാക്കി വാഴുന്നിടം വരെ നിങ്ങളുടെ ശത്രുക്കളെ കുറേശ്ശെ കുറേശ്ശെ മാറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശത്രുക്കളെ പോലും നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ച് നിങ്ങളുടെ അനുഗ്രഹം പരിപൂർണമായി കൈപ്പറ്റുന്നിടം വരെ ആ ശത്രു നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ ജീവജലം ശ്രവിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവജന സുഹൃത്തുക്കളെ, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ ദൈവം കൃത്യസമയത്ത് നിറവേറ്റുക തന്നെ ചെയ്യും. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ പ്രയാസങ്ങൾ, ഈ വേദനകൾ, ഈ നിന്ദകൾ, ഈ പരിഹാസങ്ങൾ, നിങ്ങളുടേതായ ഇന്നിന്റെ ജീവിതത്തിന്റെ എല്ലാവിധ പ്രതികൂലങ്ങളും തമ്പുരാൻ ഏറ്റെടുത്ത് അതിന്മേൽ പരിപൂർണ വിജയം തന്ന് ദൈവകൃപയോടെ നടത്തുവാൻ നാം വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം മതിയായവനാണ്. നിങ്ങളെ അവൻ തലമുറയായി അനുഗ്രഹിച്ച് മാനിച്ച് ഉയർത്തുന്ന ദൈവമാണ്. ഇന്നത്തെ വാഗ്ദത്ത വചനവും ഞാൻ ഓർമ്മപ്പെടുത്തിയ പ്രത്യേകാൽ 20 മുതലുള്ള വാക്യങ്ങളും നിങ്ങൾ കഴിവുള്ളിടത്തോളം പേര് ആവർത്തിച്ചു വായിച്ച്, കർത്താവേ, ഇതുപോലെ എന്റെ ജീവിതത്തിൽ ഇന്ന് അവിടുന്ന് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. എന്റെ ശത്രുവിനോട്, എന്റെ പ്രതികൂലത്തോട്, എന്റെ കുഞ്ഞിനോട് പോരാടുന്നതിനോട്, എന്റെ ആരോഗ്യത്തോട്, എന്റെ ബിസിനസ്സിനോട്, എന്റെ നന്മയോട്, എന്റെ ആത്മീയ ജീവിതത്തോട് പോരാടുന്നവരെ അപ്പൻ ഏറ്റെടുത്തിരിക്കുക. സ്തോത്രം. അപ്പൻ കൈകാര്യം ചെയ്തിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ അനുഗ്രഹം ഒട്ടും ചോരാതെ നഷ്ടമാക്കാതെ അപ്പൻ ഞങ്ങളിലേക്ക് മടക്കി തരുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയോടെ ഇന്നത്തെ ദിനം മാനിച്ച് ഉയർത്തട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഏവരെയും സഹായിക്കുകയും ചെയ്യട്ടെ. കണ്ണുകളെ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മോശയോട് പറഞ്ഞല്ലോ, നിന്റെ മുമ്പാകെ ഞാൻ ദൂതനെ അയക്കും, നിന്റെ മുമ്പാകെ ഞാൻ എന്റെ ഭയത്തെ അയക്കും, നിനക്ക് എതിരിടുന്ന ജാതികളെ എതിരിടുവാൻ ഞാൻ കടന്നലിനെ അയക്കും. മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ദേശത്തെ സകല ജാതികളെയും ഞാൻ നിശേഷം സംഹരിക്കുകയല്ല, നിങ്ങൾ സന്താന പരമ്പരകളായി അനുഗ്രഹത്തോടെ ദേശം കൈവശമാക്കുന്നിടം വരെ കുറേശ്ശെ കുറേശ്ശെയായി അവരെ മാറ്റി നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് ആ ധന്യമായ ദേശത്ത് ഉറപ്പിക്കും. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെക്കുറിച്ചുള്ള കരുതൽ എത്ര ഉന്നതമാണ്, എത്ര ശ്രേഷ്ഠമാണ്. ഞങ്ങളുടെ ചിന്തകൾക്കും ഞങ്ങളുടെ വിചാരങ്ങൾക്കും അപ്പുറമായി ഞങ്ങളെ, ഞങ്ങളുടെ തലമുറകളെ കരുതുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പലപ്പോഴും അങ്ങയുടെ വലിയ കരുതൽ ഓർക്കാതെ, ചിന്തിക്കാതെ പിറുപിറുത്തിട്ടുണ്ട്, പരാതിപ്പെട്ടിട്ടുണ്ട്, വിശ്വാസ ജീവിതത്തിൽ പിന്നോട്ട് പോയിട്ടുണ്ട്. അവയെല്ലാം ഞങ്ങൾ ക്ഷമാപണത്തോടെ ഏറ്റുപറയുന്നു. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ വാഗ്ദത്ത വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രാവർത്തികമാക്കി ഈ ദിനം അനുഗ്രഹത്തോടെ കൃപയോടെ ഞങ്ങളെ നടത്തണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്ത വചനം എന്നെ ശ്രവിക്കുന്ന ഇന്നോ വരും ദിവസങ്ങളിലോ എന്നുമായിക്കൊള്ളട്ടെ, എന്ന് നിങ്ങൾ കേൾക്കുന്നുവോ ആ പ്രിയപ്പെട്ട എല്ലാവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അനുഗ്രഹമുള്ളവരായി തീരട്ടെ. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ചിന്തയും കരുതലും എത്രയോ ഉന്നതമാണ്, ശ്രേഷ്ഠമാണ്. അത് പ്രാപിച്ച് നന്ദിയുള്ളവരായി ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ
അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.